ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീകൃഷ്ണായ നമഃ. അമ്മേ ശരണം. അഥ അഷ്ടമോऽധ്യായ. രാജോവാച യയാ ഗുപ്തസഹസ്രാക്ഷ സവാഹാൻ രിപുസൈനികാൻ ക്രീഡന്നിവ വിനിർജിത്യ ത്രിലോക്യാ ബുഭുജേ ശ്രിയം ഭഗവംസ്തന്മമാഖ്യാഹി വർമ്മ നാരായണാത്മകം യഥാ ദദായിന ശത്രുന്യേന ഗുപ്തോ ജയന്മൃധേ. ശ്രീശുക ഉവാച വൃതപുരോഹിതസ്ത്വാഷ്ട്രോ മഹേന്ദ്രായാനുപൃച്ഛതേ നാരായണാഖ്യം വർമാഹ തദിഹൈകമനാശൃണു. വിശ്വരൂപ ഉവാച ധൗതാംഘ്രിപാണിരാജമ്യ സപവിത്ര ഉദങ്മുഖ കൃതസ്വാംഗകരന്യാസോ മന്ത്രാഭ്യാം വാഗ്യദശുചി നാരായണമയം വർമ്മ സന്നഹ്യേദ്ഭയ ആഗതേ പാദയോർജാനുനോരൂർവോരുദരേ ഹൃദ്യധോരസി മുഖേ ശിരസ്യാനുപൂർവ്യാദോങ്കാരാദീനി വിന്യസേത്. ഓം നമോ നാരായണായേതി വിപര്യമഥാഭിവാം കരന്യാസം തദക്കുര്യാത് ദ്വാദശാക്ഷരവിദ്യയാ പ്രണവാദിയകാരാന്തമങ്കുല്യങ്കുഷ്ഠപർവസു നസേധൃദയ ഓങ്കാരം വികാരമനുമൂർധനി ഷകാരം തു ഭ്രുവോർമധ്യേണകാരം ശിഖയാദിശേത് വേകാരം നേത്രയോർയുഞ്ജ്യാത് നകാരം സർവസന്ധിഷു മകാരമസ്ത്രമുദ്ദിശ്യ മന്ത്രമൂർത്തിർഭവേദ്ബുധാം സവിസർഗം ഭടന്തം തൽ സർവദിക്ഷു വിനിർദിശേത്. ഓം വിഷ്ണവേ നമഃ ഇതി. ആത്മാനം പരമം ധ്യായേധ്യേയം ഷഡ്ശക്തിഭിർയുതം വിദ്യാതേജസ്തവോ മൂർത്തിമിമം മന്ത്രമുദാഹരേത്. ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം ന്യസ്താംഘ്രിപത്മപദകേന്ദ്രപൃഷ്ഠേ ദരാരി ചർമാസി ഗദേഷു ചാപപാശാൻ ദധാനോഷ്ടഗുണോഷ്ടബാഹോ ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തിർയാദോ ഗണേഭ്യോ വരുണസ്യ പാശാത് സ്ഥലേഷു മായാവടുവാ മനോവ്യാത് ത്രിവിക്രമഖേവതു വിശ്വരൂപ ദുർഗേഷ്വടവ്യാജിമുഖാദിഷു പ്രഭൂപായാൽ നൃസിംഹോ സുരയൂഥപാരി വിമുഞ്ചതോ യസ്യ മഹാട്ടഹാസം ദിശോ വിനേദുർന്യവദംശ്ച ഗർഭ രക്ഷത്തസൗ മാധ്വനിയജ്ഞകൽപ സ്വദംഷ്ട്രയോന്നീതധരോ വരാഹ രാമോദ്രികൂടേഷ്വധ വിപ്രവാസേ സലക്ഷ്മണോ വ്യാത് ഭരതാഗ്രജോസ്മാൻ മാമുഗ്രധർമാദഖിലാൽ പ്രമാദാ നാരായണ പാതു നരശ്ചഹാസാത് ദത്വസ്തയോഗാദധയോഗനാഥ പായാത് ഗുണേശ കവില കർമ്മബന്ധാത് സനൽകുമാരോ വധു കാമദേവാധയ ശീർഷാമാം പഥി ദേവഹേളനാത് ദേവർഷിവര്യ പുരുഷാർച്ചനാന്തരാത് കൂർമോ ഹരിർമാം നിരയാദശേഷാത് ധന്വന്തരിർഭഗവാൻ പാത്വപഥ്യാത് ദ്വന്ദ്വാദ്ഭയാദൃഷഭോ നിർജിതാത്മാ യജ്ഞശ്ച ലോകാദവദാ ജനാന്താത് ബലോഗണാൽ ക്രോധവശാദഹീന്ദ്ര ദ്വൈപായനോ ഭഗവാൻ അപ്രബോധാത് ബുദ്ധസ്തു പാഖണ്ഡഗണാത് പ്രമാദാത് കൽക്കിക്കലേ കാലമലാത് പ്രപാദു ധർമാവനായോരു കൃതാവതാര മാം കേശവോ ഗദയാ പ്രാതരവ്യാത് ഗോവിന്ദ ആസംഗവമാത്തവേണു നാരായണ പ്രാഹ്ന ഉദാത്ത ശക്തിർമധ്യന്തിനേ വിഷ്ണുരരീന്ദ്രവാണി ദേവോപരാഹ്നേ മധുഹോഗ്രധന്വ സായം ത്രിധാമാവതു മാധവോ മാം ദോഷേ ഹൃഷീകേശ ഉദാർദ്ധരാത്രേ നിശീധ ഏകോവതു പത്മനാഭ ശ്രീവത്സധാമാ പരരാത്ര ഈശ പ്രത്യൂഷ ഈശോസിധരോ ജനാർദ്ദന ദാമോദരോ വ്യാധനുസന്ധ്യം പ്രഭാതേ വിശ്വേശ്വരോ ഭഗവാൻ കാലമൂർത്തി ചക്രം യുഗാന്താനലതിഗ്മനേമി ഭ്രമൽ സമന്താത് ഭഗവൽ പ്രയുക്തം ദന്തഗ്ധി ദന്തഗ്ധരി സൈന്യമാശു കക്ഷം യഥാ വാതസഖോ ഹുദാശാം ഗദേശ നിസ്പർശന വിസ്ഫുലിംഗേ നിഷ്പിണ്ഡി നിഷ്പിണ്ഡ്യജിത പ്രിയാസി കൂഷ്മാണ്ഡവൈനായകയക്ഷരക്ഷോ ഭൂതഗ്രഹാം ചൂർണയ ചൂർണയാരീൻ
ത്വം യാതുധാനപ്രമഥപ്രേതമാതൃപിശാച വിപ്രഗ്രഹഘോരദൃഷ്ടീൻ ദരേന്ദ്രവിദ്രാവയ കൃഷ്ണപൂരിതോ ഭീമസ്വനോരേർ ഹൃദയാനികമ്പയൻ ത്വം തിക്മധാരാസിവരാരിസൈന്യമീശ പ്രയുക്തോ മമ ചിന്തി ചിന്തി ചക്ഷൂംഷി ചർമ്മൻ ശതചന്ദ്രഛാദയദുഷാമഘോനാം ഹര പാപചക്ഷുഷാം യന്നോ ഭയം ഗൃഹേഭ്യോ കേതുഭ്യോ നൃഭ്യ ഏവ ച സരീസൃപേഭ്യോ ദംഷ്ട്രിഭ്യോ ഭൂതേഭ്യോ മുഹോഭ്യ ഏവ വാ സർവാണ്യേതാനി ഭഗവന്നാമരൂപാസ്ത്രകീർത്തനാത് പ്രയാന്തു സംശയം സദ്യോ യേന ശ്രേയപ്രദീപകാ ഗരുഡോ ഭഗവാൻ സ്തോത്രസ്തോഭശ്ചന്ദോമയ പ്രഭോ രക്ഷത്വശേഷകൃച്ഛ്രേഭ്യോ വിശ്വക്സേന സ്വനാമഭി സർവാപദ്ഭ്യോ ഹരേർനാമരൂപയാനായുധാനിന ബുദ്ധീന്ദ്രിയമനഃപ്രാണാൻ പാന്തുപാർഷദഭൂഷണ യഥാ ഹി ഭഗവാനേവ വസ്തുതഃ സദസച്ചയൽ സത്യേനാനേന ന സർവേ യാന്തു നാശമുപദ്രവാ യഥേകാത്മ്യാനുഭാവാനാം വികൽപരഹിത സ്വയം ഭൂഷണായുധലിംഗാഖ്യാ ധത്തേ ശക്തി സമായയാം തേനൈവ സത്യമാനേന സർവജ്ഞോ ഭഗവാൻ ഹരി പാതു സർവൈ സ്വരൂപൈർന സദാ സർവത്ര സർവഗാം വിദിക്ഷു ദിക്ഷൂർധ്വമതഃ സമന്താദന്തർബഹിർഭഗവാൻ നാരസിംഹ പ്രഹാഭയം ലോകഭയം സ്വനേന സ്വതേജസാഗ്രസ്തസമസ്തതേജ മഘവന്നിതമാഖ്യാതം വർമ്മനാരായണാത്മകം വിജേഷ്യസ്യഞ്ജസായേന ദംശിതോസുരയൂഥവാൻ ഏതദ്ധാരയമാണസ്തു യം പശ്യതി ചക്ഷുഷാ പദാവാ സംസ്പൃശേൽ സദ്യ സാധ്വസാൽ സ വിമുച്യതേ ന കുതശ്ചിൽ ഭയം തസ്യാ വിദ്യാം ധാരയതോ ഭവേൽ രാജദസ്യുഗ്രഹാദിഭ്യോ വ്യാഘ്രാദിഭ്യശ്ച കർഹിജിൽ ഇമാം വിദ്യാം പുരാ കശ്ചിൽ കൗശികോ ധാരയൻ ദ്വിജ യോഗധാരണയാ സ്വാംഗം ജഹൗ സമരുധന്വനി തസ്യോപരി വിമാനേന ഗന്ധർവപതിരേകദാ യയോ ചിത്രരഥസ്ത്രീഭിർവൃതോ യത്ര ദ്വിജക്ഷയാ ഗഗനാന്യപതൽ സദ്യാ സവിമാനോ ഹ്യവാക്ഷിരാः സവാലഖില്യവചനാദസ്ഥീന്യാദായ വിസ്മിതാം പ്രാസ്യപ്രാചീ സരസ്വത്യാം സ്നാത്വാ ധാമ സ്വമന്വഗാദ് ശ്രീശുക ഉവാച യൈദം ശൃണുയാത് കാലേ യോധാരയതി ചാദൃതാ തം നമസ്യന്തി ഭൂതാനി മുച്യതേ സർവതോ ഭയാദ് ഏതാം വിദ്യാമധിഗതോ വിശ്വരൂപാത് സദക്രതോ ത്രൈലോക്യലക്ഷ്മീം ബുഭുജേ വിനിർജിത്യമൃഥേ സുരാൻ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ നാരായണവർമ്മകഥനം നാമ അഷ്ടമോऽധ്യായം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മന കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരജഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഷഷ്ഠസ്കന്ധം 8-ാമത്തെ അധ്യായം. വിശ്വരൂപൻ ഇന്ദ്രന് ശ്രീനാരായണ കവചം ഉപദേശിച്ചുവെന്നും അതുകൊണ്ട് ഇന്ദ്രൻ അനായാസേന അസുരന്മാരെ ജയിച്ചുവെന്നും ഈ അധ്യായത്തിൽ വർണ്ണിക്കണു. പരീക്ഷിത്ത് ചോദിക്കാണ്, ഇന്ദ്രൻ ഏതു വിദ്യയാൽ രക്ഷിതനായിട്ട് ശത്രു സൈന്യങ്ങളെയൊക്കെ അനായാസേന ജയിച്ചുവോ, ഐശ്വര്യം മുഴുവൻ അനുഭവിച്ചുവോ? ഹേ സർവജ്ഞ, ശ്രീനാരായണ കവചം എന്ന വിദ്യയെ എനിക്ക് പറഞ്ഞു തന്നാലും ആ ശ്രീനാരായണ കവചത്താൽ രക്ഷിതനായിട്ടുള്ള ഇന്ദ്രൻ ആയുധമെടുത്തു വരുന്ന ശത്രുക്കളെ എങ്ങനെയാണ് ജയിച്ചതെന്ന് പറഞ്ഞു തന്നാലും. അപ്പോൾ ബ്രഹ്മർഷി പറയാണ്, ത്വഷ്ടാവിൻ്റെ പുത്രനായ വിശ്വരൂപൻ ദേവാദികളാൽ പുരോഹിതനായി വരിക്കപ്പെട്ട് തന്നോട് ചോദിക്കുന്ന ഇന്ദ്രനായിക്കൊണ്ട് ശ്രീനാരായണ കവചത്തെ ഉപദേശിച്ചു. അത് ഏകാഗ്രചിത്തനായിട്ട് കേട്ടാലും
വിശ്വരൂപൻ പറയാണ്, ഭയം വരുമ്പോൾ മനുഷ്യൻ സ്നാനാദികൾ കൊണ്ട് ശുദ്ധനായി കൈകാലുകൾ കഴുകി ആചമിച്ച് പവിത്രമിട്ട് വടക്കോട്ട് അഭിമുഖനായി അഷ്ടാക്ഷരം, ദ്വാദശാക്ഷരം എന്നീ മന്ത്രങ്ങൾ കൊണ്ട് അംഗങ്ങളിലും കരങ്ങളിലും ന്യാസം ചെയ്ത് മൗനിയായി നാരായണ കവചം ബന്ധിക്കണം. പാദങ്ങളിലും മുട്ടുകളിലും തുടകളിലും ഉദരത്തിലും ഹൃദയത്തിലും ഉരസ്സിലും മുഖത്തും തലയിലും ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രത്തിലെ ഓരോ അക്ഷരത്തെയും പ്രണവപൂർവം ക്രമത്തിൽ വിന്യസിക്കണം. അല്ലെങ്കിൽ ശിരസ്സു മുതൽ പാദം വരെ ഇങ്ങോട്ടും ന്യസിക്കാം. അനന്തരം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര വിദ്യ കൊണ്ട് കരന്യാസം ചെയ്യണം. പ്രണവം മുതൽ യകാരപര്യന്തമുള്ള ഈ മന്ത്രത്തിലെ അക്ഷരങ്ങളിൽ ഓരോ അക്ഷരത്തെയും പ്രണവസഹിതം ദക്ഷിണവാമകരങ്ങളുടെ തർജനി മുതൽ തർജനി വരെയുള്ള അങ്കുലികളിലും അവശേഷിക്കുന്ന 4 അക്ഷരങ്ങളെ അങ്കുഷ്ഠങ്ങളുടെ ആദ്യന്ത ഭാഗങ്ങളിലും ന്യസിക്കണം. ഹൃദയത്തിൽ ഓങ്കാരത്തെ ന്യസിക്കണം. വികാരത്തെ അനന്തരം മൂർധാവിലും ന്യസിക്കണം. ഷകാരത്തെ ഭ്രൂമധ്യത്തിലും നകാരത്തെ ശിഖയിലും ന്യസിക്കണം. വേകാരത്തെ നേത്രങ്ങളിലും മകാരത്തെ സർവസന്ധികളിലും ന്യസിക്കണം. മകാരത്തെ അസ്ത്രമായി ധ്യാനിച്ച് വിവേകി മന്ത്രസ്വരൂപനായിത്തീരണം. വിസർഗത്തോടുകൂടി ഫട്ട് എന്നവസാനിക്കുന്ന അതിനെ എല്ലാ ദിക്കുകളിലും ന്യസിക്കണം. സർവരാലും ധ്യാനിക്കപ്പെടുവാൻ യോഗ്യനും ഐശ്വര്യാദി ഷഡ്ഗുണ സമ്പന്നനും വിദ്യ, തേജസ്, തപസ് ഇവയാകുന്ന സ്വരൂപത്തോടു കൂടിയവനും പരാത്പരനുമായ ഭഗവാനെ ധ്യാനിക്കുകയും പറയുവാൻ പോകുന്ന നാരായണ കവചം എന്ന മന്ത്രം ജപിക്കുകയും വേണം. ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം ന്യസ്താഘ്രിപത്മപദകേന്ദ്രപൃഷ്ഠേ ദരാരി ചർമാസി ഗദേഷു ചാപപാശാൻ ദധാനോഷ്ടഗുണോഷ്ടബാഹു. ഗരുഡൻ്റെ ഉപരിഭാഗത്ത് വയ്ക്കപ്പെട്ട ശ്രീപാദപത്മത്തോടുകൂടിയവനും ശംഖം, ചക്രം, പരിച, വാള്, ഗദ, ബാണം, വില്ല്, പാശം എന്നിവ ധരിച്ചവനും അഷ്ടൈശ്വര്യസമ്പന്നനും 8 തൃക്കൈകളോട് കൂടിയവനുമായിട്ടുള്ള ഹരി എല്ലാവിധത്തിലും എന്നെ രക്ഷിക്കട്ടെ. മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ വരുണൻ്റെ പാശസ്വരൂപമായ ജലജന്തുക്കളിൽ നിന്ന് ജലത്തിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ. സ്ഥലങ്ങളിൽ യോഗമായയാൽ വാമനസ്വരൂപമെടുത്ത ഭഗവാൻ രക്ഷിക്കട്ടെ. ആകാശത്തിൽ വിശ്വരൂപനായി 3 അടി കൊണ്ട് ബ്രഹ്മാണ്ഡം മുഴുവൻ അളന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. അസുരശ്രേഷ്ഠന്മാരുടെ സംഹാരകനും നൃസിംഹമൂർത്തിയുമായിട്ടുള്ള ഭഗവാൻ വനം, യുദ്ധക്കളം മുതലായ സങ്കടസ്ഥാനങ്ങളിൽ എന്നെ രക്ഷിക്കട്ടെ. ഭഗവാൻ മഹത്തായ അട്ടഹാസം ചെയ്യുമ്പോൾ ദിക്കുകൾ പ്രതിധ്വനിക്കുകയും അസുര സ്ത്രീകളുടെ ഗർഭങ്ങൾ പതിക്കുകയും ചെയ്തു. മാർഗത്തിൽ യജ്ഞാവയവങ്ങളാൽ നിരൂപണം ചെയ്യപ്പെടുന്നവനും തൻ്റെ തേറ്റ കൊണ്ട് ഭൂമിയെ ഉദ്ധരിച്ചവനുമായിട്ടുള്ള വരാഹമൂർത്തി എന്നെ രക്ഷിക്കട്ടെ. പർവ്വത ശിഖരങ്ങളിലെ പരശുരാമസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. വിദേശവാസത്തിൽ ലക്ഷ്മണസഹിതനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ഞങ്ങളെ രക്ഷിക്കട്ടെ. ആഭിചാരാദി ഉഗ്രധർമ്മങ്ങളിൽ നിന്നും എല്ലാ പ്രമാദങ്ങളിൽ നിന്നും ശ്രീനാരായണമൂർത്തിയും അഹങ്കാരത്തിൽ നിന്ന് നരനും രക്ഷിക്കട്ടെ. യോഗേശ്വരനായ ദത്താത്രേയ സ്വരൂപിയായ ഭഗവാൻ യോഗഭ്രംശത്തിൽ നിന്നും ത്രിഗുണനിയന്താവായ കപിലമൂർത്തി കർമ്മബന്ധത്തിൽ നിന്നും രക്ഷിക്കട്ടെ. സനത്കുമാരസ്വരൂപനായിട്ടുള്ള ഭഗവാൻ കാമനിൽ നിന്ന് രക്ഷിക്കട്ടെ. ഹയഗ്രീവമൂർത്തിയായ ഭഗവാൻ വഴിക്ക് പോകുമ്പോൾ മഹാത്മാക്കളെ വന്ദിക്കാതെ പോകുന്ന അപരാധത്തിൽ നിന്നും രക്ഷിക്കട്ടെ. ദേവർഷി ശ്രേഷ്ഠനായ ശ്രീനാരദൻ ഭഗവാന്റെ ആരാധനാ ഛിദ്രങ്ങളിൽ നിന്നും കൂർമ്മസ്വരൂപനായ അവിടുന്ന് സർവ നരകങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ. ധന്വന്തരിർഭഗവാൻ പാത്വപഥ്യാദ്വന്ദ്വാത് ഭയാദൃഷഭോ നിർജിതാത്മാ യജ്ഞശ്ച ലോകാദവദാഞ്ജനാന്താൽ ബലോഗണാത് ക്രോധവശാദഹീന്ദ്ര. ഭഗവാനായിട്ടുള്ള ധന്വന്തരമൂർത്തി അബദ്ധ്യത്തിൽ നിന്നും രക്ഷിക്കട്ടെ. ജിതേന്ദ്രിയനായ ഋഷഭമൂർത്തി ദ്വന്ദ്വങ്ങൾ നിമിത്തമായി ഉണ്ടാവുന്ന ഭയത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. യജ്ഞമൂർത്തി ലോകാപവാദത്തിൽ നിന്നും രക്ഷിക്കട്ടെ. ബലഭദ്രര് ജനങ്ങൾ നിമിത്തമായി ഉണ്ടാവുന്ന നാശത്തിൽ നിന്നും ആദിശേഷൻ ഘോര സർപ്പങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ.
ഭഗവാനായ ശ്രീ വ്യാസമൂർത്തിയായ ഭഗവാൻ അജ്ഞാനത്തിൽ നിന്നും, ശ്രീബുദ്ധ സ്വരൂപിയായിട്ടുള്ള അവിടുന്ന് നാസ്തികവാദങ്ങളിൽ നിന്നും പ്രമാദത്തിൽ നിന്നും രക്ഷിക്കട്ടെ. ധർമ്മരക്ഷകനായി മഹത്തായ അവതാരമെടുത്ത കൽക്കി കലികാലത്തിൻ്റെ ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. അടുത്ത 3 ശ്ലോകം കൊണ്ട് പകലിൻ്റെയും രാത്രിയുടെയും ഭാഗങ്ങളിൽ രക്ഷ പ്രാർത്ഥിക്കുന്നു. മാം കേശവോഗതയാ പ്രാതരവ്യാദ് ഗോവിന്ദ ആസംഗവമാത്തവേണു നാരായണ പ്രാന്ന ഉദാത്തശക്തിർമധ്യന്തിനെ വിഷ്ണുരരീന്ദ്രപാണി. ത്രിമൂർത്തികൾക്കും നിയന്താവായിട്ടുള്ള ഭഗവാൻ എന്നെ ഗത കൊണ്ട് പ്രഭാതത്തിൽ രക്ഷിക്കട്ടെ. ഗോകുലേന്ദ്രനായ ഭഗവാൻ തൃക്കൈയിൽ വേണു എടുത്ത് ഉദയാനന്തരകാലത്ത് തന്നെ രക്ഷിക്കട്ടെ. സർവന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ ശക്തി ധരിച്ചുകൊണ്ട് പൂർവാഹനത്തിൽ രക്ഷിക്കട്ടെ. സർവവ്യാപകനായിട്ടുള്ള ഭഗവാൻ ചക്രം കയ്യിൽ ധരിച്ച് ഉച്ചയ്ക്ക് എന്നെ രക്ഷിക്കട്ടെ. അപരാഹ്നത്തിൽ മധുസൂദനനായിട്ടുള്ള ഭഗവാൻ ഉഗ്രമായ വില്ല് കയ്യിലെടുത്ത് രക്ഷിക്കട്ടെ. ബ്രഹ്മാദി ത്രിമൂർത്തികളുടെയും സ്വരൂപമെടുക്കുന്ന ലക്ഷ്മീപതി എന്നെ സായങ്കാലത്ത് രക്ഷിക്കട്ടെ. ഇന്ദ്രിയ നിയന്താവും ലോകപത്മം നാഭിയിൽ ഉള്ളവനുമായ ഭഗവാൻ പ്രദോഷ സമയത്തും അർദ്ധരാത്രി പര്യന്തമുള്ള സമയത്തും അർദ്ധരാത്രിയിലും രക്ഷിക്കട്ടെ. അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയത്ത് ശ്രീവത്സാലങ്കൃതനായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. പ്രഭാതത്തിന് മുമ്പ് സർവക്ലേശനാശകനായിട്ടുള്ള ഭഗവാൻ തൃക്കൈയിൽ വാളെടുത്ത് രക്ഷിക്കട്ടെ. ദാമോദരൻ പ്രഭാതത്തിലും കാലസ്വരൂപനും സർവശക്തനുമായിട്ടുള്ള ഭഗവാൻ സർവസന്ധ്യകളിലും രക്ഷിക്കട്ടെ. പ്രളയകാലത്തെ അഗ്നി പോലെ തീക്ഷ്ണമായ നേമിയോടുകൂടിയതും ഭഗവാനാൽ പ്രയോഗിക്കപ്പെട്ടതും ചുറ്റും ഭ്രമിക്കുന്നതുമായ സുദർശനചക്രം കാറ്റോടുകൂടിയ അഗ്നി ഉണങ്ങിയ ഇലകളെ എങ്ങനെയാണോ അതുപോലെ ശത്രു സൈന്യത്തെ അതിവേഗത്തിൽ ദഹിപ്പിച്ചു കളയുന്നു. ഇപ്രകാരമുള്ള ചക്രമേ അങ്ങ് ശത്രു സൈന്യത്തെ ദഹിപ്പിച്ചാലും വജ്രായുധത്തിൻ്റേതുപോലുള്ള സ്പർശത്തോടുകൂടിയ തീപ്പൊരികളുള്ള ഹേ ഗദേ, നീ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നു. നീ കൂഷ്മാണ്ഡാദികളെയും രക്ഷസുകളെയും ഭൂതപ്രേതാദികളെയും ദഹിപ്പിച്ചാലും ശത്രുക്കളെ പൊടിപൊടിയാക്കിയാലും ഹേ പാഞ്ചജന്യമേ, നീ ഭഗവാനാൽ ഊതപ്പെട്ട് ഭയങ്കര ശബ്ദത്തോടു കൂടിയതായി ശത്രുവിൻ്റെ ഹൃദയത്തെ വിറപ്പിച്ചുകൊണ്ട് രാക്ഷസന്മാർ, പ്രമഥന്മാർ, പ്രേതങ്ങൾ, മാതൃക്കൾ, പിശാചുക്കൾ, ബ്രഹ്മരക്ഷസുകൾ മുതലായ ഘോരദൃഷ്ടികളെയെല്ലാം ഓടിച്ചാലും അതിമൂർച്ചയുള്ള ഖഡ്ഗശ്രേഷ്ഠ, നീ ഭഗവാനാൽ പ്രയോഗിക്കപ്പെട്ട് എൻ്റെ ശത്രു സൈന്യത്തെ ഛേദിച്ചാലും 100 ചന്ദ്രചിഹ്നങ്ങളുള്ള ഹേ പരിചേ, പാപികളായ ശത്രുക്കളുടെ കണ്ണുകളെ മറച്ചാലും അതിക്രൂര ദൃഷ്ടികളുടെ ദൃഷ്ടികളെ നശിപ്പിച്ചാലും യാവചില ഗ്രഹങ്ങളിൽ നിന്നും ധൂമകേതുക്കളിൽ നിന്നും മനുഷ്യരിൽ നിന്നും സർപ്പങ്ങളിൽ നിന്നും ക്രൂര ജന്തുക്കളിൽ നിന്നും ഭൂതങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമാണോ ഞങ്ങൾക്ക് ഭയമുണ്ടാവുന്നത്? അവയും യാവചിലവയാണോ ഞങ്ങളുടെ ശ്രേയസ്സിന് തടസ്സങ്ങൾ? അവയുമെല്ലാം ഭഗവാന്റെ തിരുനാമങ്ങൾ, സ്വരൂപം, ദിവ്യാസ്ത്രങ്ങൾ എന്നിവയുടെ കീർത്തനം കൊണ്ട് ഉടൻ നശിക്കട്ടെ. ബൃഹദ്രഥന്ധരാദി സാമങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവനും വേദമൂർത്തിയും സർവസമർത്ഥനുമായിട്ടുള്ള ഭഗവാൻ ഗരുഡൻ രക്ഷിക്കട്ടെ. വിശ്വക്സേനൻ തൻ്റെ തിരുനാമങ്ങളുടെ ഉച്ചാരണം കൊണ്ട് സർവ്വ ആപത്തുകളിൽ നിന്നും രക്ഷിക്കട്ടെ. ഭഗവാന്റെ തിരുനാമം, സ്വരൂപം, വാഹനങ്ങൾ, ആയുധങ്ങൾ, അവിടുത്തെ പാർഷദ മുഖ്യന്മാർ മുതലായവരെല്ലാം ഞങ്ങളുടെ ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണങ്ങൾ എന്നിവയെ രക്ഷിക്കട്ടെ. കാര്യകാരണാത്മകമായ പ്രപഞ്ചം മുഴുവൻ വാസ്തവത്തിൽ ഭഗവാൻ തന്നെ എന്നതാണ് പരമാർത്ഥം എന്ന ആ സത്യം കൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ ഉപദ്രവങ്ങളും നശിക്കട്ടെ. സർവവും ഭഗവാനാണെന്ന് കാണുന്നവർക്ക് സ്വയം ഭേദരഹിതനാണെങ്കിലും സർവശക്തനായിട്ടുള്ള ഭഗവാൻ തൻ്റെ യോഗമായയാൽ ഭൂഷണങ്ങൾ, ആയുധങ്ങൾ, സ്വരൂപങ്ങൾ മുതലായവയെ സ്വീകരിക്കാനുള്ള ശക്തികളെയും ധരിക്കുന്നു. സർവവും ഭഗവന്മയം എന്നത് സത്യമായതുകൊണ്ട് തന്നെ സർവജ്ഞനും സർവശക്തനും അതാതുഭാവത്തിൽ സർവത്ര സന്നിധാനം ചെയ്യുന്നവനുമായിട്ടുള്ള ഭഗവാൻ സർവത്ര സർവദാ ഞങ്ങളെ രക്ഷിക്കട്ടെ. 4 മൂലകളിലും 4 ദിക്കുകളിലും മുകളിലും താഴെയും ചുറ്റും അകത്തും പുറത്തും നരസിംഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അട്ടഹാസം കൊണ്ട് ലോകഭയത്തെ ഇല്ലാതാക്കിക്കൊണ്ടും തൻ്റെ തേജസ് കൊണ്ട് തേജസ്വികളുടെ തേജസ്സെല്ലാം നിസ്സാരമാക്കിക്കൊണ്ടും ഞങ്ങളെ പരിപാലിക്കട്ടെ.
ഹേ ഇന്ദ്ര, നാരായണാത്മകമായിട്ടുള്ള ഈ കവചം ഞാൻ അങ്ങയ്ക്ക് ഇതാ ഉപദേശിച്ചു. അങ്ങ് ഈ കവചം കൊണ്ട് കവചിതനായിട്ട് അസുര സൈന്യാധിപന്മാരെയെല്ലാം വിഷമം കൂടാതെ ജയിക്കും. ഈ കവചം ധരിക്കുന്നവൻ കണ്ണുകൊണ്ട് ആരെയും എല്ലാം കാണുകയോ പാദം കൊണ്ട് സ്പർശിക്കുകയോ ചെയ്യുന്നുവോ അവൻ പോലും സർവ്വഭയങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു. അപ്പോൾ പിന്നെ ഇത് ധാരണ ചെയ്യുന്നവൻ്റെ കഥ പറയണ്ടല്ലോ. ഈ കവചം ധരിക്കുന്നവന് രാജാക്കന്മാരിൽ നിന്നോ കള്ളന്മാരിൽ നിന്നോ ഗ്രഹങ്ങളിൽ നിന്നോ വ്യാഘ്രം മുതലായ ദുഷ്ടജന്തുക്കളിൽ നിന്നോ ഒരിക്കലും ഒരു ഭയവും വരില്ല. പണ്ട് ഇതിൻ്റെ പ്രഭാവത്തെ പറയാനായിട്ട് ഒരു ഇതിഹാസം വ്യക്തമാക്കുകയാണ്. പണ്ട് കൗശിക ഗോത്രജാതനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഈ വിദ്യയെ മരുപ്രദേശത്ത് വെച്ച് ധാരണ ചെയ്തു. അദ്ദേഹം യോഗാഭ്യാസ പാടവം കൊണ്ട് ശരീരത്തെ അവിടെ തന്നെ വിടുകയും ചെയ്തു. ആ ബ്രാഹ്മണൻ ദേഹത്യാഗം ചെയ്ത സ്ഥലത്തിൻ്റെ മുകളിലൂടെ ഉപരിഭാഗത്തിലൂടെ ഒരിക്കൽ ഗന്ധർവവതിയായിട്ടുള്ള ചിത്രരഥൻ സ്ത്രീകളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് വിമാനത്തിൽ കയറിപ്പോയി. അവിടെ വെച്ച് അദ്ദേഹം ആ വിമാനത്തോടുകൂടി തലകീഴായി ആകാശത്തിൽ നിന്നും താഴെ വീണു. അദ്ദേഹം അത്ഭുത പരതന്ത്രനായി. ബാലഖില്യന്മാരെന്ന ഋഷീശ്വരന്മാരുടെ വാക്കനുസരിച്ച് ആ ബ്രാഹ്മണൻ്റെ അസ്ഥികളെടുത്ത് പ്രാചീ സരസ്വതിയിൽ ഒഴുക്കി സ്നാനം ചെയ്ത് തൻ്റെ സ്ഥാനത്തേക്ക് തന്നെ പോയി. ശേഷബ്രഹ്മർഷി പറയാണ്, യ ഇദം ശൃണുയാൽ കാലേ യോ ധാരയതി ചാദൃത തം നമസ്യന്തി ഭൂതാനി മുച്യതേ സർവതോ ഭയാൽ. ആരാണോ ഭയം വരുമ്പോൾ ഇത് കേൾക്കുകയും ശ്രദ്ധാപൂർവം ധാരണ ചെയ്യുകയും ചെയ്യുന്നത്, അദ്ദേഹത്തെ സർവ്വപ്രാണികളും നമസ്കരിക്കുന്നു. അദ്ദേഹം സർവ്വഭയങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു. അങ്ങനെ ഇന്ദ്രൻ വിശ്വരൂപനിൽ നിന്ന് ഈ നാരായണ കവചം എന്ന വിദ്യയെ ഗ്രഹിച്ച് യുദ്ധത്തിൽ അസുരന്മാരെ ജയിച്ച് ത്രൈലോക്യ ഐശ്വര്യം മുഴുവൻ പിന്നെയും അനുഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തെ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.